ഓക്കെ, വെൽക്കം എവരി വൺ ടു സെന്റർ സി. അപ്പോൾ നമ്മുടെ സെന്റർ സിയുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ സീരീസ് യൂട്യൂബിൽ വരുന്ന അടുത്തൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് വയറിംഗ് ആണ്. ഓക്കെ, ടൈപ്പ് ഓഫ് വയറിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്ക് നമ്മുടെ ഈ മസ്ദൂർ എക്സാമിൻ്റെ സിലബസിൻ്റെ അകത്ത് കാണാം. എർത്തിങ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് അതിൻ്റെ കൂടെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആദ്യത്തെ സെഷനിലാണെന്ന് തോന്നുന്നു എർത്തിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് വയറിങ്ങിൻ്റെ അകത്ത് വരുന്ന എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു മോഡൽ തന്നെ ആയിരിക്കും അവരും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റൂ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ നിങ്ങൾ പ്രതീക്ഷിക്കുക ഫ്രം ദിസ് ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻസ് വരാറുള്ള ടോപ്പിക്കാണ്. സിമ്പിൾ എന്ന് പറയുന്നത് 5 കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുക. ഈ 5 കാര്യങ്ങളുടെ ഡിഫറൻസും അതിൻ്റെ അകത്തുള്ള കീ പോയിന്റ്സും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 5 ടൈപ്പ് ഓഫ് വയറിങ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് പോവാം. ആദ്യമേ നമുക്ക് അറിയാവുന്ന ഒരു വയറിംഗ് ആണ് ഈ കോൺഡ്യൂട്ട് വയറിംഗ്. ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ പഠിച്ച സമയത്ത് നിങ്ങൾ ലാബിലൊക്കെ PVC പൈപ്പ് വെച്ചിട്ട് ബെൻഡ് വെച്ചിട്ട് ജോയിൻസ് 3 വേ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഒരു വുഡൻ ബോർഡിൽ നിങ്ങളത് ചെയ്യുകയും കണക്ഷൻ കൊടുക്കുകയും ലൈറ്റ് കത്തിക്കുകയും സന്തോഷിച്ച കാലങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു കാണാം. അപ്പോൾ അന്ന് നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ടൈപ്പ് ഓഫ് വയറിങ്ങിനെ പറയുന്നതാണ് കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുന്നത്. ഈ കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന് PVC കൊണ്ടുണ്ടാക്കിയ കോൺഡ്യൂട്ട് ആയിരിക്കാം. കോൺഡ്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ പൈപ്പിനെയാണ്. ആ പൈപ്പിന്റെ അകത്തൂടെയാണ് നമ്മൾ വയർസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടത്തി വിടുന്നത്. എവിടെ തൊട്ട് എവിടെ വരെ വേണം എന്നുള്ളത് എല്ലാം നമ്മൾ കടത്തി വിടുന്നത് ആ പൈപ്പിന്റെ അകത്തൂടെയാണ്. ഈ പൈപ്പ് 2 ടൈപ്പിലുണ്ടാവാം. ഒന്ന് PVC ഉണ്ടാവാം, 2 മെറ്റലും ഉണ്ടാവാം. വ്യത്യാസം എന്ന് പറയുന്നത് PVC നമ്മൾ ഡൊമസ്റ്റിക് യൂസിനൊക്കെ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ PVC ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം മെറ്റൽ എന്ന് പറയുന്നത് ഹൈലി ആപ്ലിക്കേഷൻസ് വരുന്ന ഈ മെറ്റൽ ആപ്ലിക്കേഷൻസ് വരുന്ന, അതായത് ടെമ്പറേച്ചർ വേരിയേഷൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മോയ്സ്ചറായിട്ടൊക്കെ അല്ലെങ്കിൽ ഡസ്റ്റ് അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ മേഖലകളിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കോൺഡ്യൂട്ട് ടൈപ്പ് ഓഫ് വയറിങ്ങിൽ യൂസ് ചെയ്യുന്ന പൈപ്പ് എന്ന് പറയുന്നത് മെറ്റൽ പൈപ്പാണ്. ഓക്കെ, അപ്പോൾ PVC പൈപ്പുകളുണ്ട്, മെറ്റൽ പൈപ്പ് കോൺഡ്യൂട്ടുകളുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി, ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ മെറ്റൽ എന്ന് പറയുന്നത് കൂടുതൽ ഇൻഡസ്ട്രിയൽ ഏരിയസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീട്ടിൽ അങ്ങനെ ഡൊമസ്റ്റിക്കലി യൂസ് ചെയ്യാറില്ല, കോസ്റ്റ് കൂടും എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഇനിയും 2 ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട് വയറിംഗ് ആണുള്ളത്. ഏതൊക്കെ കോൺഡ്യൂട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട്സ് ആണ് ഈ PVC മെറ്റൽ. ഓക്കെ, ടൈപ്സ് ഓഫ് കോൺഡ്യൂട്ട്സ്. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് സിമ്പിൾ ടോപ്പിക്കാണ്, ഇപ്പം തന്നെ പഠിച്ചങ്ങ് തീർക്കാന്നുള്ളതേ ഉള്ളൂ. ഇനിയും എന്തൊക്കെ ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട് വയറിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ്. സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ്, CW എന്ന് ഞാൻ ഇടുകയാണ്, ഫുൾ എഴുതാൻ വയ്യ. CW എന്ന് പറയുന്നത് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്. എന്താണ് ഈ സർഫസ് കോൺഡ്യൂട്ട് വയറും കൺസീൽഡ് കോൺഡ്യൂട്ട് വയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. യൂസ് ചെയ്യുന്നത് PVCയോ മെറ്റലോ ആയിക്കോട്ടെ, കോൺഡ്യൂട്ടുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും സർഫസിൽ മൗണ്ട് ചെയ്തിട്ട് ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഇത് സർഫസ് മൗണ്ടഡ് ആണോ കൺസീൽഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സർഫസ് മൗണ്ടഡ് ആണ്, അല്ലെങ്കിൽ സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? സർഫസിലെ, അതായത് വാളിന് പുറത്ത്, ഔട്ടർ സൈഡ് ഓഫ് ദി സർഫസ്, വാളിന്റെ ഔട്ടർ സൈഡ് ഓഫ് ദി വാളിന് പുറത്തുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പൈപ്പ് കൊണ്ടുപോകുന്നു. അത് സാഡിൽ, ഇതൊക്കെ എന്താണ്, ഈ പോയിന്റ് സാഡിലാണ്. ഓക്കെ, സാഡിൽ എന്ന് പറയുന്നത് ഈ ഓം ഷേപ്പിൽ ഇരിക്കുന്നൊരു സാധനമുണ്ട്. ഇവിടെ നമ്മൾ ഇത് ഫിക്സ് ചെയ്യും, ഇവിടെ 2 സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യും, ഇതിന്റെ അകത്തൂടി പൈപ്പ് പാസ് ചെയ്യും. നോക്കിയാൽ മതി. കോൺഡ്യൂട്ട് വയറിംഗ് എല്ലായിടത്തും കാണും. എല്ലായിടത്തും ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പം കണ്ടു പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് കോൺഡ്യൂട്ട്. കാരണം മെജോറിറ്റി ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സർഫസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ മോഡൽ എന്ന് വെച്ചാൽ കൺസീൽഡ് എന്ന് പറയുന്നത് ക്യാൻസൽഡ് അല്ല, കൺസീൽഡ് ആണ്. ഓക്കെ, കൺസീൽഡ് ആയിട്ടുള്ള വയറിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കൺസീൽഡ് ആയിട്ടുള്ളതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വാളിന് ഉള്ളിൽ, അതായത് നമ്മൾ വീടൊക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, ചുവരിൻ്റെ അകത്ത്
തിരുവനന്തപുരത്താണ് ചെവരം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ചുമർ. ഓക്കെ, ചുമരിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹോൾ ഇടുന്നു. ഹോൾ എന്ന് പറയുന്നത് ഒരു പാത്ത് വേ, ഒരു ലൈക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ PVC അല്ലെങ്കിൽ മെറ്റലായിട്ടുള്ള കോൺഡ്യൂട്ട് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ വയറിങ് എല്ലാം ചെയ്തതിന് ശേഷം സിമെൻറ്റ് കൊണ്ട് അടയ്ക്കുന്നു. അതായത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ആ വാളിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ഈ കോൺഡ്യൂട്ടോ വയറിങ്ങോ ഒന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വിച്ച് ബോർഡ് മാത്രമായിരിക്കും. സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നു, പക്ഷെ വയർ എങ്ങനെ പോയിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. കാരണം അതെന്തുകൊണ്ടാണ്, അത് വാളിനുള്ളിൽ ചുമരിനുള്ളിൽ തുരങ്കമുണ്ടാക്കി അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് സിമെൻറ്റ് അടച്ച് പെർഫെക്റ്റ് ആക്കി വെച്ചിരിക്കുന്നുണ്ടാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്, സർഫസും ഉണ്ട് കൺസീൽഡും ഉണ്ട്. ഇതിൽ കൺസീൽഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫോൾട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അകത്ത് എന്തെങ്കിലും റിപ്പയർ വേണ്ടി വന്നു കഴിഞ്ഞാൽ കൺസീൽഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എല്ലാ വയറിങ്ങും നോക്കുന്ന സമയത്ത് കൺസീൽഡ് വയറിംഗ്, കോൺഡ്യൂട്ട് വയറിംഗ് ആണ് റിപ്പയറിങ്ങിന് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം പിന്നെ വീട് മൊത്തം കുത്തിപ്പൊളിച്ചു കഴിഞ്ഞാൽ മാത്രമേ വയർ എടുത്തിട്ട് അതിന്റെ റിപ്പയർ നടത്താൻ പറ്റൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വയറിംഗ് എന്ന് പറയുന്നത് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ്. ഇതേപോലെ ഒരു കേസ് ഉണ്ടാവും. ഈ കേസ് നമ്മൾ വാളിൽ വെക്കുന്നു. വാളിൻ്റെ അകത്ത് ഇത് എന്ത് ചെയ്യുന്നു, നട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് അത് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ചാനലിലൂടെ നമ്മൾ വയർ കടത്തി വിടുന്നു. വയർ കടത്തി വിട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഒരു സ്ലൈഡർ ഉണ്ട്. ഇത് നിരക്കി എന്ത് ചെയ്യുന്നു, ഇത് ക്ലോസ് ചെയ്യുന്നു. ഇതൊരു സ്ലൈഡർ ആണ്. ഈ സ്ലൈഡറിന്റെ പേര് ക്യാപ്പ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് കേസും ഇത് ക്യാപ്പുമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. പെർമനന്റ് യൂസിന് നമ്മളങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഈ ചെറിയ ഈ സ്പീക്കർ കണക്ട് ചെയ്യാൻ പോലുള്ള, അല്ലെങ്കിൽ സ്പീക്കറിന്റെ വയേഴ്സ് വൺ റൂം ടു അനദർ റൂം, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. എന്നാലും അല്ലാത്ത വയറിങ്ങിൽ നമ്മൾ PVC കോൺഡ്യൂട്ടിന് പകരവും ഇത് കൊണ്ടുപോകാം. ബട്ട് PVC കോൺഡ്യൂട്ട് അല്ലെങ്കിൽ മെറ്റൽ കോൺഡ്യൂട്ടിന്റെ ആ ഒരു മെക്കാനിക്കൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ അത് തരുന്ന പ്രൊട്ടക്ഷനോ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് തരണമെന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റേതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കാട്ടി പ്രിഫർ ചെയ്യുന്നത്. രണ്ടും PVC തന്നെ കൊണ്ടുണ്ടാക്കിയതാണ്, ബട്ട് സ്റ്റിൽ വി പ്രിഫർ ദാറ്റ് വൺ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടൈപ്പ് ഓഫ് വയറിംഗ് എന്ന് പറയുന്നത് ബാറ്റൺ വയറിംഗ് ആണ്. ബാറ്റൺ വയറിംഗിന്റെ പ്രത്യേകത ഇതാണ്. ബാറ്റൺ വൈൻഡിങ്ങിന്റെ പ്രത്യേകത, ബാറ്റൺ വൈൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡൻ പീസ് കൊണ്ടാണ്. വുഡൻ ആയിട്ടുള്ള സാധനം കൊണ്ടാണ് ബാറ്റൺ വൈൻഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വുഡിൽ ഗ്രൂവ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇതൊരു വുഡൻ ബോർഡാണ്. ഇതിനെയാണ് ബാറ്റൺ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഗ്രൂവ്, ഒരു ചെറിയ കുഴി, ഇതേപോലെ അടുത്ത കുഴി. അപ്പൊ എത്ര വയേഴ്സാണോ നമുക്ക് കൊണ്ടുപോകേണ്ടത്, ക്യാരി ചെയ്യേണ്ടത് ഒരു ബാറ്റൺ, അത്രയും ഗ്രൂവ്സ് അതിലുണ്ടാവും. ഇതിന്റെ ഇത് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കണ്ട ഗ്രൂവ്സ് ഇങ്ങനെ കാണും. വുഡില് ഗ്രൂവ്സ് ഇതേപോലെ കാണും. ഇപ്പൊ 2 വയർ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് 2 ഗ്രൂവ്സ്, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് 2 ഗ്രൂവ്സ്. അപ്പൊ മേളിൽ നോക്കിയാൽ ഇങ്ങനെയും സൈഡിൽ നോക്കിയാൽ ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. വ്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത, പഠിച്ചു വെക്കേണ്ട പ്രത്യേകത ഒന്നെന്ന് പറയുന്നത്, ഇത് വുഡൻ ആയതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയാണ്. രണ്ടാമതെന്ന് പറയുന്നത് പോരായ്മയല്ല, ഇതിൽ യൂസ് ചെയ്യുന്ന കേബിൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വയേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ TRS ആയിരിക്കണം അല്ലെങ്കിൽ CTS ആയിരിക്കണം എന്നുള്ളതാണ്. ഈ 2 ടൈപ്പ് ഓഫ് വയേഴ്സ്, 2 ടൈപ്പ് ഓഫ് വയേഴ്സ് ആണ് ഇവിടെ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വുഡനിൽ യൂസ് ചെയ്യേണ്ടത് ഈ 2 ടൈപ്പ് ഓഫ് വയേഴ്സ് ആണ്. കാരണം ഈ ഫയറിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഈ പ്രത്യേക ടൈപ്പ് ഓഫ് വയേഴ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതിലൊന്ന് TRS എന്ന് പറയുന്നത് ഒന്നുമില്ല, ടഫ് റബ്ബർ ഷീറ്റഡ് എന്നാണ് TRSന്റെ ഫുൾ ഫോം അബ്രിവേഷൻ. ഇനി അതേപോലെ CTS എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കേബിൾ ടയർ ഷീറ്റഡ്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് വയേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, ബാറ്റൺ ടൈപ്പ് ഓഫ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് വയർ പ്രശ്നങ്ങൾ കാരണം ഒന്ന് TRS അല്ലെങ്കിൽ CTS, ഒന്നെങ്കിൽ ടഫ് റബ്ബർ ഷീറ്റഡ് വയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേബിൾ ടയർ ഷീറ്റഡ് ആയിട്ടുള്ള വയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബാറ്റൺ വയറിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാൻ, അറിഞ്ഞിരിക്കാൻ. ഇനി അടുത്ത ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് ടെമ്പററി. ഉള്ളതിൽ ടെമ്പററി ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് ടെമ്പററി. ഓക്കെ, ആണ് ഈ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന, O ആയിട്ട് തോന്നുന്നു E ആണ്. ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്ന വയറിംഗ് ആണ് ഈ ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് ക്ലീറ്റ്. അതായത് വയർ ഇങ്ങനെ നമ്മൾ
കോണ്ടിട്ട് ഒന്നും ഇല്ല, അതായത് ഒരു ചാനലൊന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ ചുമരിൽ എന്ത് ചെയ്യുന്നു, ഈ വയർ ചുമ്മാ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഈ വയർ അനങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ വയർ ഒരു ബ്യൂട്ടി വരാനായിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തി അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ പോർസലൈൻ ഓർ പ്ലാസ്റ്റിക്, ഓക്കെ, പോർസലൈൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ളൊരു ഇൻസുലേറ്റർ ക്ലിപ്പ് ഉണ്ട്. ഓക്കെ, ക്ലിപ്പ്. ഓക്കെ, എന്താണ് ആ ക്ലിപ്പ്? ഇതാണ് നമ്മൾ സർഫസിൽ നമ്മുടെ വയറിനെ ഒട്ടിച്ച് നിർത്തുന്നത്. അപ്പോൾ കോണ്ടിയൂട്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു പൈപ്പോ ഒന്നിൽ കൂടെ അല്ല വയർ പാസ് ചെയ്യുന്നത്. വയറെന്ന് പറയുന്നത് ഡയറക്റ്റ് വാളിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഒരു അലൈൻമെന്റ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോർസലൈൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇൻസുലേറ്ററിന്റെ പേരാണ് ക്ലീറ്റ് എന്ന് പറയുന്നത്. ഈ ക്ലീറ്റ് എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് പോർസലൈൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വയർസിനെ വാളിൽ ഫിക്സ് ചെയ്യുന്നത്. ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആൻഡ് ബേസിക് ആണ്, ചീപ്പാണ് എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. പക്ഷെ ഇത് എന്താണ്, നമ്മുടെ ഔട്ടർ സർഫസുമായിട്ട് അല്ലെങ്കിൽ ഔട്ടർ എൻവയോൺമെന്റുമായിട്ട് ഇങ്ങനെ ഒരു കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് ലെഡ് ഷീത്തഡ് വയറിംഗ് സിസ്റ്റം. ലെഡ് ഷീത്ത് വയറിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ലെഡ് ഷീത്ത് വയറിംഗ് സിസ്റ്റം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ മെക്കാനിക്കൽ സ്ട്രെസ്സിനെക്കാട്ടി കൂടുതൽ ഈ ഡയറക്റ്റ്, അതായത് ഇപ്പോൾ പറയാനാണെങ്കിൽ ഡയറക്റ്റ് വെതർ പ്രശ്നമൊക്കെ വരുന്ന സ്ഥലത്ത്, വെതർ പ്രോബ്ലം ഒക്കെ ഉള്ള സ്ഥലത്ത്, അതായത് കൂടുതലായിട്ട് ചൂട്, സൂര്യൻ്റെ ചൂടടിക്കുന്ന പാർട്ടിൽ അല്ലെങ്കിൽ മഴ ഡയറക്റ്റ് അടിക്കുന്ന പാർട്ടിൽ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള പാർട്ടിൽ, അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വയറിംഗ് ആണ് ലെഡ് ഷീത്തഡ് വയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ വയർ എന്ന് പറയുന്നത് മേഡപ്പ് ഓഫ് ലെഡ് അലൂമിനിയം അലോയ്. ഓക്കെ, ലെഡ് അലൂമിനിയം അലോയ് കൊണ്ടാണ് ഇതിൻ്റെ വയറ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, മാനുഫാക്ചർ ചെയ്തേക്കുന്നത് ലെഡ് അലൂമിനിയം അലോയ് വെച്ചിട്ടുള്ള വയേഴ്സ് ആയിരിക്കും. അതിൻ്റെ മേളിൽ അല്ലെങ്കിൽ ഈ ഒരു വയറിൻ്റെ മേളിലാണ് ഈ ഷീത്ത് വരുന്നത്. അതായത് ലെഡ് അലൂമിനിയം അലോയ് വെച്ചിട്ടുള്ളൊരു കവറിങ് നമ്മുടെ സാധാ വയറിങ്ങിൻ്റെ മേളിൽ വരും. കണ്ടോ, സാധാ വയറിൻ്റെ കണ്ടുകൂടാ, എന്നാലും കണ്ടു എന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ലെഡ് ഷീത്തഡ് വയർ എന്ന് പറയുന്ന ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള പടം കാണാൻ പറ്റും. ഇതിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ക്ലാരിറ്റിയെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ്, പഴയ പടമാണ് കിട്ടാനില്ല. ഇപ്പോൾ ലെഡ് അലൂമിനിയം അലോയ് വെച്ചിട്ടുള്ള ഫ്രഷ് പടങ്ങളൊന്നും ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഈ പഴയ പടമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് വെതർ പ്രോബ്ലം ഉണ്ടാകുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ്. വയർ മേഡപ്പ് ഓഫ് എന്താണ്, ഒരു വയറിൻ്റെ മേളിൽ ഒരു ഷീത്ത്, ഒരു കവറിങ് ഉണ്ടാവും. ആ കവറിങ് ഉണ്ടാക്കിയിരിക്കുന്ന ലെഡ് അലൂമിനിയം വെച്ചിട്ടുള്ള ഒരു അലോയ് വെച്ചിട്ടായിരിക്കും എന്നുള്ളതാണ് ലെഡ് ഷീത്തഡ് വയറിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഇതാണ് കൂടുതലും മെക്കാനിക്കലി ഇതുള്ള സ്ഥലത്ത് നമ്മൾ കൺസീൽഡ് ഉപയോഗിക്കാറുണ്ട്, ലെഡ് ഷീത്തഡ് ഉപയോഗിക്കാറുണ്ട്. ലെഡ് ഷീത്തഡ് കൂടുതലും നമ്മൾ എക്സ്പോഷർ ഉള്ള സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത്. അതേസമയം കൺസീൽഡ് എന്ന് പറയുന്നതാണ് ഈ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ളത്. കാരണം കൺസീൽഡിൻ്റെ അകത്ത് മെക്കാനിക്കൽ സ്ട്രെങ്ത് വരാൻ കാരണം ഇത് ഔട്ടർ സർഫസിലല്ല, കൺസീൽഡ് വൈൻഡിങ്ങിന്റെ കൺസീൽഡ് കോണ്ടിയൂട്ട് വയറിന്റെ കൺസീൽഡ് ടൈപ്പിൽ വരുന്ന സമയത്ത് അതാണ് ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ തരുന്നത്. കാരണം അത് ചുമരിനുള്ളിലാണ്, അത് സിമെന്റ് വെച്ച് ഫുള്ളി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആ വയറിങ്ങിന് കിട്ടും എന്നുള്ളത് കോണ്ടിയൂട്ട് വയറിങ്ങിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ വൈൻഡിങ്ങിന്റെയും പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് സിസ്റ്റം ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ടെമ്പററി ഇൻസ്റ്റാളേഷൻ? ഇനി നിങ്ങൾക്ക് എല്ലാം പടപെടാന്ന് ഉത്തരം പറയാം. ടെമ്പററി എന്നുള്ള വാക്ക് കണ്ടാൽ, ടെമ്പററി നമ്മൾ പഠിച്ചതിൽ ടെമ്പററി ഏതാണ്? നമ്മൾ നോക്കിയതിൽ ടെമ്പററി ക്ലേറ്റ് വയറിംഗ് ആണ്. അപ്പോൾ ഉത്തരം എന്താ ഇവിടെ കിടപ്പുണ്ട്, ക്ലേറ്റ് വയറിംഗ്. ഇനി കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ് ടെമ്പററി ആണോ? അല്ല, ഇസ് എ പെർമനന്റ്. അത് പെർമനന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കോണ്ടിയൂട്ട് വയറിംഗ് അതിപ്പോൾ സർഫസും ആയിക്കോട്ടെ അല്ലെങ്കിൽ കൺസീൽഡ് ആയിക്കോട്ടെ, ഏതായാലും രണ്ടും പെർമനന്റ് ആണ്. ഇനി ബാറ്റൺ വയറിംഗ് എന്ന് പറയുന്നത് പണ്ട് പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ടെമ്പററിയിൽ വരില്ല, അത് പെർമനന്റ് തന്നെയാണ്. പക്ഷെ ഓൾഡ് മെക്കാനിസം ആണ്. പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന വയറിംഗ് ടൈപ്പാണ് ബാറ്റൺ വയറിംഗ് എന്ന് പറയുന്നത്, വുഡൻ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരം? ടെമ്പററി ഇൻസ്റ്റാളേഷൻ എന്ന് കാണുമ്പോഴേ ക്ലീറ്റ് വയറിംഗ് ആണ്. ക്ലീറ്റ് വയറിനെ കുറിച്ച് ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ CTS വയറിംഗ് സിസ്റ്റം. CTS വയറിംഗ് സിസ്റ്റം. ഓക്കെ, CTS വയറിംഗ് സിസ്റ്റം. CTS സ്റ്റാൻഡ്സ് ഫോർ ഏതാണ് CTS വയറിംഗ് സിസ്റ്റം? നിങ്ങൾ ഓർക്കേണ്ടതാണ് ബാറ്റൺ എന്ന് പറയുന്ന വയറിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് വയേഴ്സാണ് CTS ആൻഡ് TRS എന്ന് പറയുന്നത്. അപ്പോൾ ഈ CTS വയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലും TRS വയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലും രണ്ടും ഏത് ടൈപ്പിലാണ് വരുന്നത്? ബാറ്റൺ സിസ്റ്റത്തിലാണ് വരുന്നത് എന്നുള്ള ഓർമ്മ ഉണ്ടാവണം. ഇനി CTSന്റെയും TRSന്റെയും ഫുൾ ഫോം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. TRS എന്ന് പറയുന്നത് ടഫ് റബ്ബർ ഷീത്തഡ്. ഓക്കെ, നമ്മൾ എഴുതിയതാണ്. ഇനി CTS എന്ന് പറയുന്നത് കേബിൾ ടയർ ഷീത്തഡ്. ഓർത്തോണം, കേബിൾ ടയർ ഷീത്തഡ് ആണ്. അപ്പൊ കേബിൾ ടൈപ്പ് ഷീറ്റഡ് ആണോ? ടൈപ്പ് കണ്ടോ, നിങ്ങൾ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതല്ല ഉത്തരം. ഇനി കോർ ടൈപ്പ് ആണോ? അല്ല, കേബിൾ ആണ്. കേബിൾ ടയർ ഷീത്തഡ് കണ്ടോ, അതാണ് ഉത്തരം. ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പോൾ അബ്രിവേഷൻസ് TRSന്റെയും CTSന്റെയും ഓർത്തിരിക്കുക. കേബിൾ ടയർ ഷീത്തഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് ലേബേഴ്സ് വേണ്ട ടൈപ്പ് ഓഫ് വയറിംഗ് ഏതാണ്? ആലോചിച്ച് നോക്കുക, ഏതിലായിരിക്കും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലേബർ വർക്ക് വരുന്നത് ഏത് ടൈപ്പ് ഓഫ് വയറിംഗിലാണ്? ഓക്കെ, കോൺഡ്യൂട്ട് വയറിംഗ് സർഫസിൽ വേണോ? ഇനി കൺസീൽഡിലാണെങ്കിലോ? കൺസീൽഡിലാണെങ്കിൽ നമ്മൾ ചുവരൊക്കെ തുരക്കണം, അതിൻ്റെ അകത്ത് വെക്കണം, സിമെന്റ് തേക്കണം. അപ്പോൾ അത് ഇത്തിരി സീനാണ്. അടുത്തത് ക്ലീറ്റ് വയറിംഗ് ആണോ? അത് ടെമ്പററി ആണ്, അത് ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതല്ല. കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് ആണോ? ആകെ നമ്മൾ പ്ലേസ് ചെയ്തു നട്ട് വെക്കുന്നു എന്നുള്ള പണിയേ ഉള്ളൂ, വലിയ ലേബറിന്റെ ആവശ്യമില്ല. ബാറ്റൺ ആണെങ്കിൽ വുഡൻ പീസ് ആദ്യം വാളിൽ ഫിക്സ് ചെയ്യുക, ബാക്കിയെല്ലാം സ്മൂത്ത് ആയിട്ട് പോകും. അപ്പോൾ ഏതാണ് കോൺഡ്യൂട്ട് വയറിംഗ്? അതും കോൺഡ്യൂട്ട് വയറിന്റെ അകത്ത് ഏതാണ്? കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ്. കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. അപ്പോൾ ഓപ്ഷനിലെ സർഫസ് കോൺഡ്യൂട്ട് വയറിംഗും ഉണ്ട്, ഓപ്ഷനിൽ സർഫസ് കോൺഡ്യൂട്ട് വയറിംഗും ഉണ്ട്, കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ഉണ്ട്. ഇതിൽ ടഫ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൺസീൽഡ് ആണ്. ഇപ്പൊ ഇവിടെ കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ കോൺഡ്യൂട്ട് വയറിന്റെ അകത്ത് സർഫേസ് ഉണ്ട്, കൺസീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം. സോ അതിലെ കൺസീൽഡ് ആണ് ഏറ്റവും ലേബർ വേണ്ടതെന്ന് നമുക്കറിയാം. സോ ഏതിന്റെ അകത്ത് ഇതിൽ ഓപ്ഷനിൽ ഏതായിരിക്കും? അപ്പൊ ഉത്തരം കോൺഡ്യൂട്ട് തന്നെ ആയിരിക്കും. സ്പെസിഫിക് ആയിട്ടും ചോദിക്കാം, സ്പെസിഫൈ ചെയ്യാതെയും കോൺഡ്യൂട്ട് എന്ന് മാത്രം ചോദിക്കാം. ഓക്കെ, അത് മനസ്സിലാക്കാനാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ലേബർ വേറെ സ്ഥലത്തൊന്നും വേണ്ട എന്ന് ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ ചെയ്ത് തരേണ്ടല്ലോ എന്തുകൊണ്ട് ലേബർ വേണ്ട എന്നുള്ളത്. അതെല്ലാം സിമ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വയറിംഗ് സിസ്റ്റം ഓഫേഴ്സ് ദ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫയർ ആൻഡ് മോയ്സ്ചർ? ഫയറും മോയ്സ്ചറിനും എതിരെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരാണ് ബാറ്റൺ ആണ്. ബാറ്റൺ എന്ന് പറയുന്നത് ഫയർ മോയ്സ്ചറിനും പറ്റുമോ? ഇത് വുഡൻ ആണല്ലേ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഫയർ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ബാറ്റന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് ഫയറിൽ നിന്ന് രക്ഷിക്കില്ല. പിന്നെ കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് നോക്കാം. ഫയർ ഉണ്ടായാൽ അത് വാളിന്റെ ഉള്ളിലായതുകൊണ്ട് ഫയറും മോയ്സ്ചറും ഇതിനെ അഫക്ട് അഫക്ട് ചെയ്യില്ല. അപ്പൊ ഇത് ഉത്തരവാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ ടിക്കറ്റ് വയ്ക്കാം. കേസിംഗ് ആൻഡ് ക്യാപ്പ് വയറിംഗ്. കേസിംഗ് ആൻഡ് ക്യാപ്പ് എന്ന് പറയുന്നത് സ്ലൈഡർ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടി അല്ലെങ്കിൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഇത് സർഫസ് മൗണ്ടഡ് ആയതുകൊണ്ട്, സർഫസിന്റെ മേളിലുള്ളത് കൊണ്ട് കത്തിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് പറ്റില്ല. ക്ലീറ്റ് വയറിംഗ്, ടെമ്പററി വയറിംഗ്, ഒന്നിനും തീ പിടിച്ചാൽ നിന്ന് കത്തും. ഏറ്റവും കൂടുതൽ ആദ്യം കത്താൻ പോകുന്നത് ക്ലീറ്റ് വയറിംഗ് ആണ്. അപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫയറിൽ നിന്ന് മോയ്സ്ചറിൽ നിന്ന് ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കുന്നത് കൺസീൽഡ് തന്നെയാണ്. സോ ദ ഉത്തരം ഈസ് ഓപ്ഷൻ ബി. Okay, sorry. Then coming to the next question, which type of wire uses insulated cable supported on porcelain cleats? ഓൾറെഡി പറഞ്ഞു പോർസലൈൻ ക്ലീറ്റ്സ്. എന്താണ് പോർസലൈൻ ക്ലീറ്റ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന പേര് തന്നെ ഉണ്ട്. എന്താണ്? ഏത് സിസ്റ്റമാണ്? ക്ലീറ്റ് സിസ്റ്റം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് പിന്നെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്ലീറ്റ് വയറിങ്ങിന്റെ പോർസലൈൻ ആണെന്നും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ കൊണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണെന്നും അതിനെ ക്ലീറ്റ്സ് എന്നാണ് പറയുന്നതെന്നും വയേഴ്സ് ഡയറക്ട്ലി സർഫസിൽ ഇരിക്കുകയാണെന്നും വേറെ ചാനൽസോ അല്ലെങ്കിൽ പൈപ്പുകളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നും നമ്മൾ പറഞ്ഞു. ക്ലീറ്റ് വയറിങ്ങിൽ ടെമ്പററി വയറിംഗ് ആണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മെറ്റൽ കോൺഡ്യൂട്ട് ആണോ? പോർസലൈൻ അല്ല. മെറ്റൽ കോൺഡ്യൂട്ടിന്റെ അകത്ത് എന്ത് വെക്കില്ല? മെറ്റൽ കോൺഡ്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സാഡിലായിരിക്കും ഫിക്സ് ചെയ്യാനായിട്ട്.
ഓക്കെ, സർഫസിന്റെ വെളിയിലാണെങ്കിൽ, അകത്താണെങ്കിലോ വാളിന്റെ അകത്താണെങ്കിലോ ഒരു ഫിക്സ് ചെയ്യാനായിട്ട് ഒന്നിന്റെ ആവശ്യം വേണ്ട. ഇനി സർഫസിന്റെ പുറത്താണെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? സാഡിലിന്റെ ആവശ്യമുണ്ട്. ഏത്? കോൺഡ്യൂട്ടിൽ. CTS അല്ലെങ്കിൽ TRSൽ ഇതിൽ ഓൾറെഡി ഗ്രൂവ് ആണ്, അതായത് ബാറ്റൺ ആണ്, ബാറ്റന്റെ അകത്ത് ഗ്രൂവ് ഉണ്ട്. അപ്പൊ ഗ്രൂവ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഇൻസുലേറ്റർ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി PVC കേസിംഗ് ക്യാപ്പിംഗ് ആണെങ്കിൽ ഇതിന് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? PVC കേസിംഗ് ക്യാപ്പിംഗ് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർസലൈൻ ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടാണോ അത് സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? കേസിംഗ് എടുക്കുന്നു, കേസിങ് വാളിൽ ഫിക്സ് ചെയ്യുന്നു. എങ്ങനെ ഫിക്സ് ചെയ്യുന്നു? സ്ക്രൂ വഴി ഫിക്സ് ചെയ്യുന്നു. അവിടെ ഒരു ഇൻസുലേറ്ററിന്റെയോ അല്ലെങ്കിൽ പോർസലൈൻ മെറ്റീരിയലിന്റെയോ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് PVC ആൻഡ് കേസിംഗ് ക്യാപ്പിംഗ് ഒഴിവാക്കാനായിട്ടുള്ള കാരണം. അപ്പൊ ഇതിലെ ഉത്തരം ഏതാണ്? ക്ലീറ്റ് ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ ക്ലീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്തു പോയതാണ്. ഇനി അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് വയറിംഗ് മെത്തേഡ്സ് ഈസ് ടെമ്പററി ആൻഡ് ജനറലി നോട്ട് യൂസ്ഡ് ഫോർ പീരീഡ്സ് എക്സീഡിങ് 1 year? ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാത്ത, അതായത് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ്. കേസിംഗ് ക്യാപ്പിംഗ്, PVC, ഇതിൽ ഏതാണ്? കേസിംഗ് ക്യാപ്പിംഗ് ടെമ്പററി ആണോ? അല്ല, ദിസ് ഈസ് പെർമനന്റ്. PVC വയറിംഗ്, ഇറ്റ് ഈസ് പെർമനന്റ്. കൺസീൽഡ് വയറിംഗ്, ഇറ്റ് ഈസ് പെർമനന്റ്. സോ ദ ഉത്തരം ഈസ് ടെമ്പററി. ക്ലീറ്റ് വയറിംഗ് ആണ് ടെമ്പററി. ഒരു വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്യില്ല, അതായത് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഈസ് ക്ലീറ്റ് വയറിംഗ്. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. Next question. Which type of cable is most commonly preferred for domestic plate wiring installation? Domestic plate wiring installation ഏതാണ്? പ്ലേറ്റ് വയറിംഗ് ഇൻസ്റ്റാളേഷനിൽ യൂസ് ചെയ്യുന്ന കേബിൾ ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ടൈപ്പ് ഓഫ് കേബിൾ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമ്മൾ മിസ്സായി പോയ പോയിന്റ് ആഡ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇട്ടാണ്. അപ്പോൾ ഇതിൽ 4 ടൈപ്പ് ഓഫ് കേബിൾ ഉണ്ട്. ഈ കേബിളൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയാം. ഓക്കെ, XLPE എന്ന് പറയുന്ന കേബിൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഡൊമസ്റ്റിക് നെഹി. ഓക്കെ, ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. XLPE പോളി എത്തലൈൻ കേബിൾ ആണ്, അല്ലെങ്കിൽ വയേഴ്സ് ആണിത്. ശരിക്കും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? XLPE എന്ന് പറയുന്ന പോളി എത്തലൈൻ ആയിട്ടുള്ള കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലാണ്. ഓക്കെ, ഔട്ട്സൈഡ് ആണ്, അതായത് ഡിസ്ട്രിബ്യൂഷനിലാണ്. പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കേബിൾ ആണ് ഇത്. ഹൈലി കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെ ഇത് ഡൊമസ്റ്റിക് പർപ്പസിനൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനി VIR അല്ലെങ്കിൽ PVC ഇൻസുലേറ്റഡ് പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലീറ്റ് വയറിംഗിലാണ്. ഓക്കെ, ക്ലീറ്റ് വയറിംഗിൽ യൂസ് ചെയ്യുന്ന വയേഴ്സ് ഏതാണ്? PVC ഇൻസുലേറ്റഡ് കേബിൾസ് അല്ലെങ്കിൽ VIR. എന്താണ് VIR? വാൽക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ആണ്. VIR എന്ന് പറയുന്നത് വാൽക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് ലെഡ് ഷീത്തഡ് കേബിൾസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ്. ഏതാണ് ലെഡ് ഷീത്തഡ് കേബിൾ? ലെഡ് ഷീത്തഡ് വയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്ത കേബിൾസ് ആണ് ലെഡ് ഷീത്തഡ് കേബിൾസ് എന്ന് പറയുന്നത്. ഇനി വെതർ പ്രൂഫ് കേബിൾസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലാണ് നമ്മൾ വെതർ പ്രൂഫ് യൂസ് ചെയ്യുന്നത്, ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ. അപ്പൊ ഇതില് 4 ടൈപ്പ് ഓഫ് വയറിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. XLPE എന്ന് പറയുന്നത് നമ്മൾ പവർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നതാണ്, കൂടിയ വയറുകളാണ്, ഡൊമസ്റ്റിക്കിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ അത് ഡൊമസ്റ്റിക് എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ ആ ഓപ്ഷൻ തെറ്റിപ്പോയി. ഇനി അടുത്ത VIR അല്ലെങ്കിൽ വാൽക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ അല്ലെങ്കിൽ PVC ഇൻസുലേറ്റഡ് കേബിൾസ് ക്ലീറ്റ് വയറിംഗിലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ചോദ്യം, അതാണ് നമ്മുടെ ഉത്തരം. ലെഡ് ഷീറ്റഡ് യൂസ് ചെയ്യുന്നത് ലെഡ് ഷീറ്റഡ് ആയിട്ടുള്ള കേബിളിലാണ്, വയറിംഗ് സിസ്റ്റത്തിലാണ്, അതല്ല ചോദ്യം. വെതർ പ്രൂഫ് കേബിൾസ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഓവർ ഹെഡ് ട്രാൻസ്മിഷൻ ലൈനിലാണ്, അതല്ല ചോദ്യം. സോ വാട്ട് ഈസ് ദ ചോദ്യം ആൻഡ് വാട്ട് ഈസ് ദ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ക്ലീറ്റ് വയറിംഗ് ഇൻസ്റ്റലേഷനിൽ യൂസ് ചെയ്യുന്ന വയർ VIR അല്ലെങ്കിൽ PVC ഇൻസുലേറ്റഡ് കേബിൾസ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഒരു പോയിന്റ് മിസ് ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൂപ്പ് ഇൻ ആൻഡ് ലൂപ്പ് ഔട്ട് മെത്തേഡ്. Loop in and loop out method are primarily used in electrical wiring system. എന്താണ് loop in അല്ലെങ്കിൽ loop out method? loop in or out method എന്താണ്? നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു വയർ എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്തു.
ഈ സ്വിച്ചിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആൾ ഈ ലൈറ്റ് ആണ് എങ്കിൽ ഈ ലൈറ്റ് അവിടെ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും വരുന്നു, ഫേസ് ന്യൂട്രലും വരുന്നു, ഈ ന്യൂട്രൽ ഇവിടെ വന്നിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ സിസ്റ്റം ക്ലോസ്ഡ് ആയി. ഓക്കെ, കണക്ഷൻ റെഡിയായേ. അപ്പോൾ ഈ സ്വിച്ച് കണക്ട് വെച്ചിട്ടാണ് ഈ ചെയ്തത്. ഇനി ഇതേ സ്വിച്ചിൻ്റെ ഔട്ടറിൽ നിന്ന് നമുക്ക് വേറെ 2 ലൈൻ എടുത്തിട്ട് ഇവിടെ വേറൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേറെ ലൈറ്റ് പ്രവർത്തിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ഒരു കണക്ഷൻ്റെ എൻഡിൽ നിന്ന് അത് ഏതും ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റിൻ്റെ ആയിക്കോട്ടെ, സ്വിച്ചിൻ്റെ ആയിക്കോട്ടെ, ലൈറ്റിൻ്റെ ആയിക്കോട്ടെ, ഏതിൻ്റെങ്കിലുമൊക്കെ എൻഡിൽ നിന്ന് അടുത്ത ഒന്നിലേക്ക് നമ്മൾ കണക്ഷൻ എടുക്കുന്ന രീതി, അതായത് മെയിനിൽ നിന്ന് പിന്നെയും വരാതെ, അതായത് ഇതാണ് മെയിൻ. കണ്ടോ, മെയിനിൽ എനിക്ക് 2 ബൾബുണ്ട്, ഈ ബൾബുണ്ട്, ഈ ബൾബും കത്തിക്കാറുണ്ട്. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, പുതിയ ഒരു കണക്ഷൻ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ മെയിനിൽ നിന്ന് തന്നെ കൊണ്ടുവരാം, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ലൈറ്റിൻ്റെ എൻഡിൽ നിന്ന് അതേ കണക്ഷൻ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ്, വയേഴ്സിൻ്റെ ലെങ്ത് കുറഞ്ഞു കിട്ടും. അതായത് 2 കണക്ഷൻ മെയിനിൽ നിന്ന് വരുന്നതിനെക്കാട്ടി ഒരു കണക്ഷൻ്റെ അടുത്ത് നിൽക്കുന്ന അടുത്ത കണക്ഷനിലേക്ക് അതിൽ നിന്ന് വയർ വലിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, ലൂപ്പ് ചെയ്യുക എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതാണ് ലൂപ്പ് ഇൻ ലൂപ്പ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ലൂപ്പ് ഇൻ ലൂപ്പ് ഔട്ട് മെത്തേഡ് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ലൂപ്പ് ഇൻ ലൂപ്പ് ഔട്ട് മെത്തേഡ് കൊണ്ട് ഒന്ന് റെഡ്യൂസ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ആണോ, അല്ല, അവോയ്ഡ് ജോയിന്റ് ഇൻസ്റ്റലേഷൻ ഇൻസൈഡ് വാൾ, ഇംപ്രൂവ് ദ സർക്യൂട്ട് ഇൻസുലേഷൻ, ലോവർ ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ജോയിന്റ് ഇൻസ്റ്റലേഷൻസ് ഇൻസൈഡ് വാൾ. ഓക്കെ, ഇതിന്റെ ഉത്തരം എന്താണ്, ലൂപ്പ് ഇൻ ലൂപ്പ് ഔട്ട് മെത്തേഡ് കൊണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് കുറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, വോൾട്ടേജ് ഡ്രോപ്പ് കുറയില്ല. ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പ് ഈ ഒരു ചെറിയൊരു സർക്യൂട്ട് എക്സ്ട്രാ ലൂപ്പ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് വോൾട്ടേജ് ഡ്രോപ്പിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവോയ്ഡ് ജോയിന്റ് ഇൻസ്റ്റലേഷൻസ് ഇൻസൈഡ് വാൾ. ഓക്കെ, ലൂപ്പ് ഔട്ട് ലൂപ്പ് ചെയ്യുക മീൻസ് ഇത് എവിടെ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്, എൻഡ് ഓഫ് ദി എക്യുപ്മെന്റിന്റെ എൻഡിൽ നിന്നാണ്. ഓക്കെ, അല്ലാതെ ഈ പോകുന്ന വയറിനെ കട്ട് ചെയ്തിട്ട് എടുത്തല്ല. ഈ പോകുന്ന വയറിനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും, ജോയിന്റ് നമുക്ക് അവിടെ ഉണ്ടാവും. ജോയിന്റ് ഉണ്ടാവും മീൻസ് ഒരു വയറിൽ നിന്ന് അടുത്ത വയർ കണക്ട് ചെയ്യുമ്പോൾ ജോയിന്റ് വയർസ് ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ജോയിന്റ് അല്ല, ശരിക്കും ഇവിടെ ജോയിന്റ് നടത്തുന്നത് എവിടെയാണ്, ഈ എൻഡിലാണ്, അല്ലെങ്കിൽ എക്യുപ്മെന്റിന്റെ ടെർമിനൽ എൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ വാളിന്റെ അകത്തുള്ള ജോയിന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഏത് വെച്ചിട്ട്, ലൂപ്പ് ഇൻ ലൂപ്പ് ഔട്ട് മെത്തേഡ്. കാരണം ലൂപ്പ് ഇൻ ലൂപ്പ് ഔട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഏതിലാണ് വരുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലൂപ്പ് എടുക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്യുപ്മെന്റിന്റെ എൻഡിൽ നിന്നാണ്, വയറിനെ ബ്രേക്ക് ചെയ്തല്ല. അപ്പോൾ അത് ആ കൺസെപ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അവോയ്ഡ് ജോയിന്റ് ഇൻസ്റ്റലേഷൻ ഇൻസൈഡ് വാൾ ആണ്. ഓക്കെ, ഇതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9th ക്വസ്റ്റ്യൻ, lead sheathed or metal shielded wiring is best suited for deployment in. എവിടെയാണ് lead sheathed ആയിട്ടുള്ള വയർ, അതായത് lead sheathed വയറിംഗ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു എവിടെയാണ്, എൻവയോൺമെന്റുമായിട്ട് എക്സ്പോഷർ വരുന്ന സ്ഥലത്താണ് നമ്മൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എൻവയോൺമെന്റ് ആയിട്ട് എക്സ്പോഷർ വരുന്നതിൽ ഇതിൽ ഏതാണ് ഓപ്ഷൻ, ഹൈ ടെമ്പറേച്ചർ ഫർണസ് റൂം. അത് എൻവയോൺമെന്റ് ആണോ ഫർണസ് റൂം എന്ന് പറയുന്നത്, അല്ല. ഇനി അടുത്തത് ടെമ്പററി എക്സിബിഷൻ സ്റ്റോൾസിൽ, അവിടെയാണോ, നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, വിട്ടേക്കുക. ഡോട്ട് പ്ലേസസ് എക്സ്പോസ്ഡ് ടു സണ്ണ്, റെയിൻ ആൻഡ് ഡാംനെസ്. നമ്മൾ പറഞ്ഞു എൻവയോൺമെന്റിൽ നടക്കുന്ന പ്രോസസ്സാണ് സണ്ണ്, റെയിൻ, ഡാംനെസ്. സോ വാട്ട് ഈസ് ദ ഉത്തരം, ഇതുവരെ നോക്കിയാൽ സി ഉത്തരമാണ്. ഇനി ഓഫീസേഴ്സ് വിത്ത് സെൻട്രൽ എയർ കണ്ടീഷനുമായിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കണ്ടീഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വയറിംഗ് ആണ്, അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പോഷർ കൂടുതലായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഏത് ലെഡ് ഷീറ്റഡ് വയറിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലേസസ് എക്സ്പോസ്ഡ് ടു സൺ, റെയിൻ ആൻഡ് ഡാംനെസിൻ്റെ അകത്ത് ഏത് നമ്മൾ വരുന്നു, ഓപ്ഷൻ സി നമുക്ക് എടുക്കേണ്ടി വരുന്നു. ബിക്കോസ് ലെഡ് ഷീറ്റഡ് അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് വയറിംഗ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഹിഡൻ ഇൻസൈഡ് വാൾസ് ആൻഡ് സീലിംഗ്സ് പ്രൊവൈഡിങ് ദ ഹയസ്റ്റ് എസ്തെറ്റിക് വാല്യൂ. കാണാൻ ഭംഗിയുള്ളതും വാളിന്റെ അകത്ത് കുഴിച്ചു വെക്കുന്നതും അല്ലെങ്കിൽ മറച്ചു വെക്കുന്നതും കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ള വയറിംഗ് ഏതാണ്, കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. സർഫസ് അല്ല, CTS അല്ല. CTS എന്ന് പറയുന്നത് ബാറ്റിന്റെ അകത്താണ് വരുന്നത്, അതല്ല. കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് അല്ല. അപ്പോൾ സോ ഏതാണ് ഇതില് വാളിന്റെ ഉള്ളിൽ വരുന്നത്, ദാറ്റ് ഈസ് കൺസീൽഡ്. CONCEALD എന്നാണ്. ഞാൻ പല സ്ഥലത്തും CONCELED എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു എയും കൂടെ ഉണ്ട്. ഓക്കെ, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ
കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൺസീൽഡ് ആയിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എസ്തെറ്റിക് വാല്യൂ കൂടുതലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നോക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് വയറിങ്ങിൽ നിന്നും വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോറ് നമുക്ക് മനസ്സിലാവുന്ന കീ, ഓരോ വയറിങ്ങിൻ്റെയും കീ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ എബൌട്ട് വയറിംഗ്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്, തെറ്റിപ്പോവാൻ സാധ്യതയില്ലാത്ത ടോപ്പിക്കാണ്. കാരണം ഏകദേശം ഒരു 5 കാര്യങ്ങൾ ഇന്നതാണ് ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, അത് ആദ്യം ഞാൻ പറഞ്ഞു, അത് ഈ സെഷൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നും കൂടി കേട്ട് മനസ്സിലാക്കണം. പോയിന്റ്സ് എഴുതിയെടുക്കണമെങ്കിൽ അതൊന്നും കൂടെ റിവൈസ് ചെയ്ത് കേട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതിയെടുക്കുക. ഇതിൻ്റെ അപ്പുറം ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പം ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് ഞാൻ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ടോപ്പിക്കിലെ 10 ക്വസ്റ്റ്യനായിട്ട് കാണുന്നത് വരെ സെൻറ്റർ സി ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സെൻറ്റർ സിയുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, അതുവരെ ബൈ.